കറന്റിലി ഞാനുള്ളത് നമ്മുടെ കോയമ്പത്തൂരിനടുത്ത് ഈറോഡുള്ള JKK അഗ്രികൾച്ചർ കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ടാണ്. എന്നോടൊപ്പം നമ്മുടെ കോളേജിന്റെ രണ്ട് ഫാക്കൽറ്റീസും കൂടെ ഉണ്ട്. അവർ സത്യത്തിൽ എന്നോടൊപ്പം വന്ന വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു കോളേജ് ഫുള്ളായിട്ട് ചുറ്റി കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു കോളേജ് നടന്നു പോയി കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ഇതൊരു 300 acres ബിഗ് ക്യാമ്പസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഇലക്ട്രിക് വെഹിക്കിളിലാണ് നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത്. നമുക്ക് തമിഴ്നാടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് അഗ്രികൾച്ചർ കോളേജിൽ ഒന്നാണ് നമ്മുടെ JKK മുനിരാജ അഗ്രികൾച്ചർ കോളേജ് എന്ന് പറയുന്നത്. 300 acres സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന അത്രയ്ക്ക് വമ്പൻ ഒരു ക്യാമ്പസ് ആണ്. സോ നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ നിന്ന് ഫുള്ളായിട്ട് കാണാൻ പോവാണ്. ഈ ക്യാമ്പസിന്റെ കോളേജസ് കാണാനായിട്ട് പോകുന്നുണ്ട്, ലാബ്സ് കാണാനായിട്ട് പോകുന്നുണ്ട്, ദെൻ അത് കൂടാണ്ട് ഇവരുടെ ഫാം ഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. സോ +2 കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് പുറത്ത് പോയിട്ട് നിങ്ങൾ BSc അഗ്രി പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പസിന്റെ വീഡിയോസ് എന്തായാലും അറ്റ് എ ടൈം ഇടയിൽ പോസിബിൾ ഒന്നുമില്ല, ഒരു 3 or 4 times ആയിരിക്കും ഇടുന്നത്. അത് ഫുള്ളായിട്ട് കാണാണ്ട് ഈ ഒരു നിങ്ങൾ അഗ്രികൾച്ചർ കേരളത്തിന് പുറത്ത് പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, കോളേജിനൊട്ട് അകത്തിട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ കോളേജിന്റെ മെയിൻ എൻട്രി ഗേറ്റ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്തുണ്ട്, ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ബിക്കോസ് ഭയങ്കര ഗ്രീനി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എന്താ പറയാനാ, ഇവിടുന്ന് അങ്ങനെ കണ്ടെത്താത്ത ദൂരത്തിൽ ആ മലകളുടെ താഴെ വരെ എന്തുണ്ട്, ഇവരുടെ ഒരു ക്യാമ്പസ് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പിന്നെന്താണ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ ബാക്കി ഫാം ഹൗസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് സത്യത്തിൽ എന്താണ്, പ്രത്യേകിച്ച് ഒന്നും പറയണ്ടെന്ന് തന്നെ പറയാം. ബിക്കോസ് കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് കോളേജസിന് പോലും ഇത്രയേറെ ഫെസിലിറ്റി ഉണ്ടാവല് ഭയങ്കര ചാൻസ് കുറവാണ്. അത്രയേറെ ഫെസിലിറ്റി ഉള്ള ഭയങ്കര ടോപ്പായിട്ടുള്ള ഒരു കോളേജാണ്. സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിലൊന്ന് കാണാം. കറന്റിലി നമ്മൾ ഉള്ളത് കോളേജിന്റെ ലബോറട്ടറി ബ്ലോക്കിലാണ്. ഈ ഒരു വെഹിക്കിളിലാണ് രാവിലെ മുതൽ കോളേജ് കാണാനായിട്ട് ഇറങ്ങിയത്. ബിക്കോസ് ഇതൊരു 300 acre ക്യാമ്പസ് ആണ്, നടന്ന് കാണൽ പോസിബിൾ അല്ല, അത്രയേറെ വലിയ ക്യാമ്പസ് ആണ്. ഈ ഒരു ലബോറട്ടറി ബ്ലോക്ക് കൂടാണ്ട് അക്കാഡമി ബ്ലോക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് കോളേജായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് കോളേജിന് പോലും ഇത്രയേറെ ഫെസിലിറ്റി ഉണ്ടാവത്തില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു ലബോറട്ടറി ബ്ലോക്കിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ്. അതിന് മുമ്പ് ഇവരുടെ ഫാമും ദെൻ ഫാം ഹൗസുകൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കറണ്ടിൽ നമ്മൾ പോകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ അഗ്രോണമി ലാബിനകത്തായിട്ടാണ്. ഇവരുടെ ലാബ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ ലാബ്സും ഫുള്ളി ഒക്കുപൈഡ് ആണ്. എല്ലാ സ്റ്റുഡൻസിനും വളരെ ഫെസിലിറ്റിയോടുകൂടെ പഠിക്കാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഈ ഒരു കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഈവൻ ഇത് കൂടാണ്ട് ഇവർക്ക് ഫെർട്ടിലൈസേഷൻ ഫാക്ടറീസ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, BSc അഗ്രികൾച്ചർ എടുത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് JKK പോലൊരു ചോയ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇക്വിപ്മെന്റ് ലാബാണ്. സോ ലബോറട്ടറിയുടെ കാര്യം എടുത്താലും ഇല്ല എങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസിന്റെ കാര്യം എടുത്താലും എന്ത് തന്നെ എടുത്താലും സ്റ്റുഡൻസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ചെടികളിലും എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാർകോഡ് വെച്ചിട്ടുണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. അതിനെന്തെങ്കിലും മെഡിസിനൽ വാല്യൂ ഉണ്ടോ, ഇല്ല എങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്, അതിന്റെ ഫാമിലി ഏതാണ്, അത്തരത്തിലുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, ഇവിടുന്ന് കിട്ടും. അത് ഈ ഒരു നമ്മുടെ ലബോറട്ടറി ബ്ലോക്കിൽ നിന്ന് മാത്രമല്ല, ഇവരുടെ അക്കാഡമി ബ്ലോക്കിലും അത് കൂടാണ്ട് ഈവൻ പുറത്ത് നിൽക്കുന്ന ചെടികളിൽ പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബാർകോഡ് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് വളരെ നല്ലൊരു സിസ്റ്റം തന്നെയാണ്. ഈ ഒരു ലബോറട്ടറി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ ഒരു 100 സ്റ്റുഡൻസിന് അറ്റ് എ ടൈം നിന്ന് എല്ലാ പ്രാക്ടിക്കൽസും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അത്രയേറെ വലിയ ലബോറട്ടറീസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു കോളേജിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിപ്പോ കറന്റിലി കോളേജ് 11ാമത്തെ വർഷത്തിലോട്ട് കിടക്കുകയാണ്. അതായത് നമ്മളിപ്പോ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ആദ്യകാല പ്രൈവറ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ കോളേജുകളിൽ ഒന്നാണ് JKK കോളേജ് എന്ന് പറയുന്നത്. സോ കേരളത്തിന് പുറത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കണ്ടോ, ഇവിടെ നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ബാർകോഡ് വെച്ചിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. ഞാൻ ഈ നിൽക്കുന്നത് വേറെ നെൽപ്പാടത്തിലൊന്നും അല്ല കേട്ടോ. ഞാൻ കോളേജിനകത്തുള്ള അവരുടെ ഫാമിലായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഇല്ലാത്ത ക്രോപ്സ് ഒന്നും തന്നെ അല്ല. നിങ്ങൾക്ക് ഇത് തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളമാണെന്ന് തോന്നുന്നുണ്ടാവും. ഇത് കേരളമൊന്നുമല്ല, തമിഴ്നാട്ടിലെ JKK കോളേജ് തന്നെയാണ്. അതുപോലെ തെങ്ങും കവുങ്ങും ഇവിടെ ഇല്ലാത്ത ക്രോപ്സ് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. എന്റെ കയ്യിലിരിക്കുന്ന പേരൊക്കെ പോലും ഞാൻ ഇവിടെ നിന്ന് പറിച്ചിട്ട് കഴിക്കുന്നതാണ്. ഏകദേശം ഒരു 10 ഏക്കറിൽ നെല്ല് തന്നെ നട്ടിട്ടുണ്ട്.
ഇവിടുത്തെ ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ എന്താ അത് മനസ്സിലാവത്തുള്ളൂ. അത്രയേറെ എനിക്ക് എന്താണ് ഇത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. അത് കൂടാണ്ട് എന്തുണ്ട്, ഇവർക്ക് കാറ്റിൽ ഫാം ഉണ്ട്, ദെൻ എന്താണ് ഗോട്ടിന്റെ ഫാം ഉണ്ട്, ദെൻ എന്താണ് പൗൾട്രി ഫാം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടുകോഴികളുടെ ഫാം സെപ്പറേറ്റ് ഉണ്ട്. അത് കൂടാണ്ട് എന്തുണ്ട് ബ്രോയിലർ ഫാം സെപ്പറേറ്റ് ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ക്യാമ്പസിന്റെ അകത്തുള്ളൊരു വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ ഒരു ക്യാമ്പസ് നടന്നു കാണാൻ എന്തായാലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാണ് അവരെന്നെ വണ്ടിയിൽ കൂട്ടിയിട്ട് ക്യാമ്പസ് കാണിക്കാനായിട്ട് ഇറങ്ങിയത്. ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ പിന്നെ എന്താണ് കൃഷി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിലാണ് ഇവരുടെ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇവരുടെ എന്താണ് പിഗ് ഫാം മാത്രമേ കാണിക്കുന്നുള്ളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അടുത്ത് വരുന്ന 1-2 വീഡിയോകളിലായിട്ട് ബാക്കിയുള്ള ഫാംസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിപ്പോ എന്താണ് ഇവരുടെ ഒരു കൃഷി പാടങ്ങളും അതുപോലെ തന്നെ ഫാമിന്റെ ഏരിയയിലോട്ടൊക്കെ എൻ്റർ ആവുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പേരയ്ക്ക, അതായത് നമ്മുടെ ഗുവായുടെ ഫാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള വെജിറ്റബിൾസിന്റെ എന്താണ് കൃഷി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എന്താണ് ബീട്രൂട്ടും ക്യാരറ്റും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. സോ എന്താണ് BSc അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇത്രയേറെ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നാട്ടിലൊരു ഗവൺമെന്റ് കോളേജിൽ ഇത്രയേറെ ഫെസിലിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയേറെ ഫെസിലിറ്റിയുള്ള കോളേജിൽ പോയി പഠിക്കാനായിട്ട് ഭയങ്കര കാശാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലുമില്ല. നമുക്ക് ഈ കോളേജിൽ ബഡ്ജറ്റീവായിട്ട് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യം അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമുക്കിവിടെ ബഡ്ജറ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുക, ഇവിടുത്തെ ഫീസ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇവരുടെ ഒരു എന്താണ് ഒരു കൃഷിയുടെ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഇതിനകത്തോട്ട് നമ്മൾ എൻ്റർ ആവുന്ന സമയത്ത് വരുന്നതെന്ന് പറയാം, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇവരുടെ എന്ത് വരുന്നുണ്ട്, നെൽപ്പാടങ്ങൾ വരുന്നുണ്ട്. ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ പിന്നെ മാവിന്റെ കൃഷിയുണ്ട്. മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ പല വെറൈറ്റിയിലുള്ള എന്തുണ്ട് മാംഗോ ട്രീസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഗുവ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൊസ്റ്റാർഡാണ് നട്ടേക്കുന്നത്. അത് കൂടാണ്ട് എന്ത് നട്ടിട്ടുണ്ട്, ബീട്രൂട്ട് നട്ടിട്ടുണ്ട്. അത് വെറുതെ നട്ടിരിക്കുക എന്നതല്ല, അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് എന്താണ് അവർക്ക് നനയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൃത്യമായി തന്നെ ഒരുക്കി വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അതുപോലും ഇവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസിൽ നിന്നാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് BSc അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്ത് പോകാനായിട്ട് ഒരു സ്റ്റുഡന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള JKK കോളേജ് തന്നെയായിരിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമെറ്റിക്സ് വേണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമായാലും പറ്റില്ല. ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മുല്ലയുടെ ചെടിയാണ്, മുല്ലച്ചെടി ഉണ്ടല്ലോ. അതായത് ഇവിടെ നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൺലി വെജിറ്റബിൾസ് മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്, ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും നട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പല അനിമൽസിനെ വളർത്തുന്നുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇവിടെയുള്ള ചെടികൾക്ക് അവർ ഇട്ട് കൊടുക്കുന്നത്. ഈ വെർമി കമ്പോസ്റ്റ് ഫാമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിഗ് ഫാം മാത്രമാണ്. ഈ പിഗ് ഫാം കൂടാണ്ട് ഇവർക്ക് എന്തുണ്ട് വലിയ ഗോഡ് ഫാം ഉണ്ട്, ദെൻ കാറ്റിൽ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ നെൽപ്പാടം പുറത്തുള്ള നെൽപ്പാടല്ല കാണിക്കുന്നത്, ഇത് ക്യാമ്പസിനകത്തുള്ള അവരുടെ നെൽകൃഷിയാണ്. ഓക്കെ, സോ നിങ്ങൾ കേരളത്തിന് പുറത്തു പോയിട്ട് നിങ്ങൾ BSc അഗ്രികൾച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെയുള്ള പിഗ് ഫാമാണ്. ഭയങ്കര നീറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇതിന്റെ വേസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വെർമി കമ്പോസ്റ്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ജൈവവളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരെ ഇവിടെയുള്ള ചെടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് മഷ്റൂം ഫാം ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. സോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായും കോൺടാക്ട് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.